എല്ലാവർക്കും നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ മുന്നണികൾക്കെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിക്കുന്ന ഒരു ഫലമാണ് പുറത്തു വന്നിട്ടുള്ളത്. സാങ്കേതികമായി UDF ജയിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും UDFിൻ്റെത് ഒരു രാഷ്ട്രീയ വിജയമായി അവപോലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിലേറെയായി കേരളത്തിലെ UDF രാഷ്ട്രീയം നേരിടുന്ന അപജയത്തിന്റെ മറ്റൊരു റിസൾട്ടായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കാണുന്നത്. സംസ്ഥാന സർക്കാരിനും ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM-നുമെതിരായി ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അതിശക്തമായിട്ടുള്ള ജനവികാരം നാട്ടിലുടനീളം പ്രതിഫലിക്കുമ്പോഴും ആ ജനവികാരത്തെ പ്രയോജനപ്പെടുത്താൻ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള UDF-ന് സാധിച്ചില്ല എന്നുള്ളത് പൊതുവികാരം UDF രാഷ്ട്രീയത്തിനും എതിരാണ് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. അതുകൊണ്ട് സത്യത്തിൽ UDF നേടിയിട്ടുള്ള ഈ സാങ്കേതിക വിജയം അത് ജനാധിപത്യ മുന്നണിയുടെയോ കോൺഗ്രസിന്റെയോ വിജയമല്ല, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതമൗലികവാദ തീവ്രവാദ ശക്തികളുടെ വിജയമായിട്ട് മാറുകയാണ്. സത്യത്തിൽ UDF-ന്റെ സാങ്കേതിക വിജയത്തിന് പിറകിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഭാവനയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇത് UDF-ന്റെയോ കോൺഗ്രസിന്റെയോ വിജയമല്ല, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദ തീവ്രവാദ സംഘടനകൾ മുമ്പോട്ട് വെക്കുന്ന അത്യന്തം അപകടകരമായ രാഷ്ട്രീയത്തിന്റെ ഒരു മുൻതൂക്കമായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ BJP കാണുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് താരതമ്യേന സംഘടനാപരമായി സ്വാധീനം കുറഞ്ഞ ഒരു മണ്ഡലമാണ്. എന്നിട്ടും ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പാകെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് അവതരിപ്പിച്ചുകൊണ്ട് മത്സരിക്കാനാണ് തയ്യാറായത്. നിലമ്പൂരിൽ രാഷ്ട്രീയം സംസാരിച്ച ഒരേ ഒരു മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ്. ഞങ്ങളവിടെ വികസനത്തിന്റെ രാഷ്ട്രീയം സംസാരിച്ചു. LDF ഗവൺമെന്റിന്റെ വികസന വിരുദ്ധമായ നിലപാടുകൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ള ഏക മുന്നണി NDA മാത്രമാണ്. അത് ചെയ്യേണ്ടിയിരുന്ന പ്രതിപക്ഷ നേതാവും UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നാലെ പോയപ്പോ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പാകെ പിണറായി വിജയൻ സർക്കാരിന്റെ വികസന വിരുദ്ധ നിലപാടുകൾ എണ്ണി പറഞ്ഞിട്ടുള്ള മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ സമാഹരിച്ച വോട്ടുകൾ നിലമ്പൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയ മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന വോട്ടുകളാണ് ദേശീയ ജനാധിപത്യ സഖ്യം സമാഹരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് 2021 അപേക്ഷിച്ച് നിലമ്പൂരിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. രണ്ട് മുന്നണികളും മതമൗലികവാദ ശക്തികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് PDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ സമാഹരിച്ച് ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ച് ചേരിതിരിവുണ്ടാക്കി വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും രാഷ്ട്രീയം ആളുകളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ചപ്പോൾ അതിനിടയിൽ വികസനം സംസാരിച്ചുകൊണ്ടാണ്, രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വർധനവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. 2021 അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അത് നിലമ്പൂരിൽ ഞങ്ങൾ സ്വീകരിച്ച വികസന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വിജയമായി ഞങ്ങൾ കാണുകയാണ്. കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും മുമ്പോട്ട് വെക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ട്, പ്രസക്തിയുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള പ്രതിഫലനമായിട്ടാണ് നിലമ്പൂരിൽ ഞങ്ങൾക്ക് സമാഹരിക്കാൻ സാധിച്ച വോട്ടിനെ സംബന്ധിച്ചും വോട്ടിന്റെ വർധനവിനെയും ഞങ്ങൾ കാണുന്നത്.
അതുകൊണ്ട് ഒരുപാട് പ്രതികൂല സാഹചര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. രണ്ട് മുന്നണികളുടെയും വലിയ സാമ്പത്തിക ധൂർത്ത് അവിടെ ഉണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ രണ്ട് മുന്നണികളും ചെലവഴിച്ചിട്ടുണ്ട്. എല്ലാ മതമൗലികവാദ തീവ്രവാദ ശക്തികളെയും അവർ കൂട്ടുപിടിച്ചു. വലിയ ഹൈ പ്രൊഫൈൽ നേതാക്കന്മാർ പ്രചരണത്തിന് വന്നു. കേരളത്തിലെ 139 MLA-മാരും നിലമ്പൂരിൽ കേന്ദ്രീകരിച്ചു. എല്ലാ MP-മാരും നിലമ്പൂരിൽ കേന്ദ്രീകരിച്ചു. സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും ഏതാണ്ട് ഒരു മാസക്കാലത്തോളം നിലമ്പൂരിലായിരുന്നു. ഇങ്ങനെ MLA-മാരും മന്ത്രിമാരും MP-മാരും എല്ലാവരും നിലമ്പൂരിൽ നേതൃത്വം കൊടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി സ്വന്തമായി ഞങ്ങളുടെ പരിമിതമായ സംഘടനാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. അത് ഞങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. രണ്ട് മുന്നണികൾ നടത്തുന്ന ഈ വലിയ കോലാഹലത്തിനിടയിൽ ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയ ശബ്ദത്തിന് നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള വലിയ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് രണ്ട് മുന്നണികളും പാഠമായിട്ട് കാണണം എന്ന് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കേരളത്തിൽ പ്രതിഫലിക്കുന്നു. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഗവൺമെന്റായി പിണറായി വിജയന്റെ സർക്കാർ മാറുകയാണ്. അത് തിരുത്താൻ അവർ തയ്യാറാകണം. ആവശ്യത്തിനും അനാവശ്യത്തിനും കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുക എന്നുള്ള രാഷ്ട്രീയ നിലപാട് മാറ്റാൻ അവർ തയ്യാറാകണം. കേന്ദ്ര ഗവൺമെന്റ് വികസന കാര്യങ്ങളാണ് ഞങ്ങൾ നിലമ്പൂരിൽ ജനങ്ങളോട് അവതരിപ്പിച്ചത്. അത് ജനം സ്വീകരിക്കുന്നു എന്നുള്ളൊരു തെളിവാണ് ജനം BJPക്ക് വോട്ട് ചെയ്തത്. അതുകൊണ്ട് ഈ LDF സർക്കാരിന്റെ വികസന വിരുദ്ധ നിലപാട് അവസാനിപ്പിക്കാൻ അവർക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് നിലമ്പൂരിലേത്. UDF ഞാൻ നേരത്തെ പറഞ്ഞു, സാങ്കേതികമായി 1% വോട്ടിന്റെ വർധനവാണ് UDFന് ഉണ്ടായിട്ടുള്ളത്. ഇത്രയും വലിയ ബഹളമുണ്ടാക്കി, ഇത്രയും വലിയ ആഘോഷമാക്കി കേരളത്തിലെ എല്ലാ ആളുകളും കേന്ദ്രീകരിച്ച് പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഹൈ പ്രൊഫൈൽ നേതാക്കന്മാർ പ്രചരണത്തിന് വന്ന്, എന്നിട്ടും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എല്ലാം നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പിൽ 1% വോട്ട് വർധനവ് മാത്രമായി സാങ്കേതികമായി വിജയം അവർ ആഘോഷിക്കുമ്പോൾ അത് UDFന്റെ രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടിയാണ്. പിണറായി വിജയൻ സർക്കാരിനോട്, പിണറായി വിജയൻ സർക്കാരിന്റെ വികസന വിരുദ്ധ നിലപാടുകളെ തിരശ്ശീലക്ക് പിറകിലേക്ക് മാറ്റി വർഗീയ അജണ്ടയെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന പിണറായി വിജയനോടും CPM-നോടും മൃദു സമീപനം സ്വീകരിക്കുന്ന UDF രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്തു കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് BJPയുടെ അഭിപ്രായം. അതുകൊണ്ട് ഈ ഇരു മുന്നണികൾക്കുമെതിരായി ശരിയായ നിലപാട് സ്വീകരിച്ച നിലമ്പൂരിലെ ജനങ്ങളെ, BJPക്ക് വോട്ട് രേഖപ്പെടുത്തിയ എല്ലാ ജനങ്ങളോടുമുള്ള കൃതജ്ഞത ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നിലമ്പൂർ ഭാവി കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് ചൂണ്ടുപലകയായിരിക്കും. നിലമ്പൂരിൽ ജനങ്ങളോട് പറഞ്ഞ രാഷ്ട്രീയം വികസനത്തിന്റെ രാഷ്ട്രീയം, വികസിത കേരളം എന്നുള്ള കാഴ്ചപ്പാട് മുഴുവൻ കേരളത്തിലും ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾക്ക് BJP നേതൃത്വം നൽകും. അതിന് ഞങ്ങൾക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. നിലമ്പൂരിലെ ജനങ്ങളോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് വോട്ട് വർദ്ധിച്ചത്. സ്ഥാനാർത്ഥിയും ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ശരിയായിരുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണല്ലോ ഞങ്ങൾക്ക് വോട്ട് വർദ്ധിച്ചത്. സാധാരണ BJPക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉപതെരഞ്ഞെടുപ്പിൽ ഒരു തേർഡ് ഫോഴ്സിന് വോട്ട് വർദ്ധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങൾ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളി അതായിരുന്നു. കാരണം രണ്ട് മുന്നണികളുടെ ബലാബലത്തിനിടയിൽ ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. ഞങ്ങൾ അതിനെ അതിജീവിച്ച വളരെ ചുരുക്കം തെരഞ്ഞെടുപ്പുകളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ നേരത്തെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ഞങ്ങൾ ഈ പ്രശ്നത്തെ ഞങ്ങൾ അതിജീവിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ബൈ ഇലക്ഷനിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചൊരു തെരഞ്ഞെടുപ്പ് ചേലക്കരയായിരുന്നു. ചേലക്കര ഞങ്ങൾ വർദ്ധിപ്പിച്ചു. ഇപ്പം അതിനുശേഷം നിലമ്പൂരിലും ഞങ്ങൾക്ക് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിക്കുമ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഉപതെരഞ്ഞെടുപ്പിലും BJPയുടെ ശബ്ദം ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്.
അല്ല, ഒന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് LDF വോട്ട് കുറഞ്ഞു, നന്നായിട്ട് കുറഞ്ഞു. അവരുടെ സിറ്റിംഗ് മണ്ഡലമാണ്. LDF സിറ്റിംഗ് മണ്ഡലത്തിൽ അവർ തന്നെ പറയും പോലെ CPM ഏറ്റവും പ്രമുഖനായൊരു സ്ഥാനാർത്ഥിയെ, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറെ സ്ഥാനാർത്ഥിയാക്കി. മുഖ്യമന്ത്രി എല്ലാ പഞ്ചായത്തിലും പ്രസംഗിച്ചു. സംസ്ഥാന സെക്രട്ടറി അവിടെ ക്യാമ്പ് ചെയ്തു. ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ എല്ലാ വാർഡ് തോറും കയറി ഇറങ്ങി. സംസ്ഥാന മന്ത്രിമാരെല്ലാവരും ഇറങ്ങി. എന്നിട്ടും LDF വോട്ട് കുറഞ്ഞു, നല്ല വോട്ട് അവർക്ക് അവിടെ കുറഞ്ഞു. ഇനി UDF ഈ പറയുന്ന ആന്റി ഇൻകംബൻസി സംസ്ഥാന സർക്കാരിനെതിരായിട്ടുണ്ടായിരുന്നു. UDF എല്ലാ നേതാക്കന്മാരും, എന്നിട്ട് അവർക്ക് ആകെ കൂടിയത് 1000 വോട്ടാണ്. ഇതിനിടയിൽ ഞങ്ങൾക്ക് 200 വോട്ട് കൂടുക എന്ന് പറഞ്ഞാൽ അതിനൊരു 2000-ന്റെ മാറ്റുണ്ട്. അതെന്ത് കണക്കാത്? കണക്ക് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. 2021 LDF കിട്ടിയത് 79,000. 2021 LDF വോട്ട് എത്രയാണ്? 2021 കണക്കെടുക്കുക. അല്ല, അതിനു മുമ്പ് പല പ്രവൃത്തിയുണ്ട്. TK ആംസിന്റെ വോട്ട് എടുക്കാം. അങ്ങനെയല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പല്ലേ നോക്കുക. തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പല്ലേ നമ്മൾ നോക്കേണ്ടത്. തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് 0.8% മട്ടോ വോട്ട് കുറഞ്ഞിട്ടുണ്ട് അവർക്ക്. കൃത്യമായി എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ മീഡിയ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നല്ല വോട്ട് കുറഞ്ഞു. അവർ തന്നെ സമ്മതിക്കുന്നു, CPM തന്നെ സമ്മതിക്കുന്നു, വോട്ട് കുറഞ്ഞു. UDF വർധനവ് നാമമാത്രമായ വർധനവാണ്. അതിനിടയിൽ ഞങ്ങൾ ഈ വലിയ ബഹളങ്ങൾക്കിടയിൽ നിങ്ങളെല്ലാവരും ഞങ്ങൾ എഴുതി തള്ളിയതല്ലേ. എന്നിട്ടും ഞങ്ങൾ ഈ വോട്ട് വർദ്ധിപ്പിച്ചല്ലോ, ചെറുതെങ്കിൽ ചെറുത്. ആ, അതൊക്കെ ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ. ഒറ്റയടിക്ക് നമുക്കൊന്നും പറയാൻ സാധിക്കില്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ തീരുമാനം അത് ശരിയായിരുന്നു എന്നുള്ളതാണല്ലോ. ഞങ്ങൾക്ക് നാമമാത്രമെങ്കിൽ നാമമാത്രം വോട്ട് ഞങ്ങൾക്കാണല്ലോ വർദ്ധിച്ചത്. നിങ്ങൾ എണ്ണത്തെക്കുറിച്ചല്ലേ പറഞ്ഞത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ ട്വിസ്റ്റ് ചെയ്താണ്. അദ്ദേഹം പറഞ്ഞത് മലയോര മേഖലയിലെ കർഷകന്മാർക്ക് വലിയ തോതിൽ പിണറായി വിജയൻ സർക്കാരിനോടുള്ള വിരോധമുണ്ട്. അത് ആ കർഷകന്മാർ സ്വാഭാവികമായും LDF തോൽപ്പിക്കാൻ വേണ്ടി UDF കൊടുത്തിട്ടുണ്ടാകാം. അത് BJP വോട്ട് കൊടുത്തതല്ല, കർഷകന്മാരെ കുറിച്ച് പറഞ്ഞതാണ്. അതൊരു പൊളിറ്റിക്സ് പറഞ്ഞതാണ്. അതായത് നിങ്ങൾ പറയുന്ന പൊളിറ്റിക്സാണ് എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നതാണ്. കാരണം സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ജനവികാരം ആർക്ക് അനുകൂലമായിട്ടാണ് മാറേണ്ടത്? സാധാരണ നിലക്ക് മാറേണ്ടത് UDF അനുകൂലമായിട്ടാണ്. നിങ്ങൾ വിലയിരുത്തൂ. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം UDF അനുകൂലമായി പ്രതിഫലിച്ചിട്ടുണ്ടോ? ഏത് തെരഞ്ഞെടുപ്പിലും ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത സ്ഥാനാർത്ഥിക്കാണ് പോകേണ്ടത്. എന്തുകൊണ്ടാണ് പിണറായിക്കെതിരായിട്ടുള്ള വോട്ട് VD സതീശന്റെ മുന്നണിക്ക് പോകാതെ അവിടെ നിന്നിട്ടുള്ള അൻവറിനും BJPക്കുമായി പകുത്തുപോയത്? അതാണ് VD സതീശൻ പരിശോധിക്കേണ്ടത്. 1000 വോട്ടിന്റെ വ്യത്യാസത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടി എന്ന് പറഞ്ഞിട്ട് ജയിച്ചു എന്നല്ല. ഇത്രമാത്രം ആന്റി ഇൻകംബൻസി ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഇത്രമാത്രം ജനവികാരം. ഉദാഹരണമായിട്ട് സിമ്പിൾ കണക്ക് തന്നെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് കിട്ടിയ വോട്ടും അൻവറിന്റെ വോട്ടും കൂട്ടുകയാണെങ്കിൽ അത് അൻവറിന്റെ വോട്ടിൽ എന്തായാലും ഒരു വലിയ ശതമാനം പിണറായി വിജയനെതിരായിട്ടുള്ള വോട്ടാണല്ലോ. അപ്പൊ അത്രയും വലിയ പിണറായി വിരുദ്ധ വോട്ട് അവിടെ ഉണ്ടായിട്ട് ശരി BJP മാറ്റി നിർത്തു, എന്നാൽ പോലും ബാക്കിയുള്ള വോട്ട് എന്താ UDF കിട്ടാതായി പോയത്? അപ്പോൾ ഏത് തെരഞ്ഞെടുപ്പിലും ഒരു സർക്കാരിനായിട്ട് ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക തൊട്ടടുത്ത സ്ഥാനാർത്ഥിയാണ്, മുഖ്യ പ്രതിപക്ഷ കക്ഷിയാണ്. അതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം. അതുകൊണ്ട് VD സതീശനും കോൺഗ്രസും ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പടക്കം പൊട്ടിക്കുന്നത് പകരം ഇത്രയും വലിയ ആന്റി ഇൻകംബൻസി ഉണ്ടായിട്ടും പിണറായി വിരുദ്ധ വോട്ടുകൾ UDF പെട്ടിയിലേക്ക് എന്തുകൊണ്ട് വീണില്ല എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കുന്നത് അവർക്ക് നല്ലതാണ്. അങ്ങനെ അത് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. മലയോര മേഖല അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അത് മലയോര മേഖലയിലെ കർഷകന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ അവിടെ UDF LDF എതിരായിട്ടല്ലേ മത്സരിച്ചത്. രണ്ടു കൂട്ടരും ഞങ്ങളെ തോൽപ്പിക്കാനല്ലേ പരിശ്രമിച്ചത്. നിങ്ങൾ നോക്ക്,
ഈ തെരഞ്ഞെടുപ്പിലുടനീളം അവർ BJP അല്ലേ കുറ്റം പറഞ്ഞത്? രണ്ട് മുന്നണികളും മത്സരിച്ച് BJP കുറ്റം പറയാം, കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാനല്ലേ ശ്രമിച്ചത്. അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമിയും PDPയും കൂട്ടുപിടിക്കുകയല്ലേ അവർ ചെയ്തത്. ആർക്കെതിരായിട്ടാണ് അവർ ജമാഅത്തെ ഇസ്ലാമിയും PDPയും കൂട്ടുപിടിച്ചത്? BJPക്കെതിരായിട്ട്, കേന്ദ്ര സർക്കാരിനെതിരായിട്ട്. പിന്നെ ഞങ്ങളെ വോട്ട് പോകുന്നെന്ന് പറയാം, ഞങ്ങളെ വോട്ട് ഞങ്ങൾ തന്നെ പിടിച്ചിട്ടുണ്ട്. ശരിയാണ്, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. ഞാനതാ പറഞ്ഞത്, ഈ പ്രാവശ്യം ആ പരിമിതികളെ മറികടക്കാൻ ഏത് ഉപതെരഞ്ഞെടുപ്പിലും BJPക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന പരിമിതികളെ മറികടക്കാൻ, ചെറിയ തോതിലാണെങ്കിലും ആ പരിമിതികളെ മറികടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് ഞങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ആണ് നൽകുന്നത്. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ സാർ. അവിടെ 8,000 വോട്ടുള്ള ഒരു പാർട്ടി 50,000 വോട്ട് നേടുന്നത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്കുള്ള വോട്ടല്ലേ ഞങ്ങൾക്ക് സമാഹരിക്കാൻ സാധിക്കും. ഞങ്ങളുടെ രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്ന ആളുകൾ. 8,000 വോട്ട് 8,000 പാർട്ടി പ്രവർത്തകരുടെ വോട്ടല്ലല്ലോ. 2021 ഞങ്ങൾക്ക് കിട്ടിയ വോട്ടാണ്. അതിനേക്കാൾ മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് ബൈ ഇലക്ഷൻ അങ്ങനെ കൂടാറില്ല. ഇപ്രാവശ്യം കൂടി. അപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ഒരു ബൈ ഇലക്ഷനിൽ എന്തുകൊണ്ടാണ് BJPക്ക് വോട്ട് കൂടാത്തത്? ബൈ ഇലക്ഷനിൽ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടും, ഓരോ വോട്ടും കേന്ദ്രീകരിക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ BJPയുടെ ശബ്ദത്തിന് അതിന് കുറയും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പല തെരഞ്ഞെടുപ്പിലും, ഈവൻ കഴിഞ്ഞ പാലക്കാട് പോലും ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാലോ. പക്ഷേ ഈ പ്രാവശ്യം ആ പരിമിതികളെ, ചേലക്കരയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ആ പരിമിതികളെ മറികടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ കോൺഫിഡൻസ് ആണത്. കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ 50,000 വോട്ട് കിട്ടിയെന്നൊന്നും പറയുന്നില്ലല്ലോ. ഞങ്ങൾക്ക് 8,000 ചില വോട്ടേ കിട്ടുള്ളൂ. പക്ഷേ 2021 വോട്ടിൽ നാമമാത്രമാണെങ്കിലും വർധനവുണ്ടായി. ഈ പറയുന്ന ബലാബലം കാണിക്കുന്ന വലിയ പർവ്വതം പോലുള്ള മുന്നണികളുണ്ടല്ലോ അപ്പുറത്ത്, മന്ത്രിമാരും MPമാരും പ്രതിപക്ഷ നേതാവും എല്ലാവരും കേന്ദ്രീകരിച്ചിട്ട് അവർക്ക് കിട്ടിയില്ലല്ലോ. പിന്നെ ഞങ്ങൾക്കത് പറയുന്നതിന് എന്താ കുറ്റം? ഞങ്ങൾക്ക് കിട്ടിയതല്ലേ ഞങ്ങൾ പറയുന്നത്. അല്ല, രണ്ട് കാര്യം. ഒന്ന്, BJP നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്നത്തെ നിലപാട് ഞങ്ങളിപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിക്കുന്ന ദിവസവും ഞങ്ങൾ പറയുന്നു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു അനാവശ്യമായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പായിരുന്നു. എന്തിനാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്? നിലമ്പൂരിൽ PV അൻവർ എന്തിനാണ് രാജിവെച്ചത്? ആ രാജിവെച്ച വിഷയങ്ങളുണ്ടല്ലോ, അതിനുശേഷം 8 മാസത്തേക്ക് ഒരു ബൈ ഇലക്ഷന്റെ ആവശ്യമില്ല ശരിക്ക്. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. അപ്പൊ ഞങ്ങളന്ന് സ്വീകരിച്ച നിലപാട്, നിലമ്പൂരിലെ ജനങ്ങളെ അപ്രസക്തമായൊരു ബൈ ഇലക്ഷനിലേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്വം അത് രണ്ട് മുന്നണികൾക്കുമുണ്ട്. ഒന്ന്, PV അൻവർ ആദ്യം പിണറായി വിജയനെതിരായിട്ട് പറയുമ്പോൾ UDFന്റെ സഹായത്തോടു കൂടിയാണ്, UDFന്റെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് എന്ന് PV അൻവർ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ഇവർ തമ്മിലുള്ള ഈ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിന്റെ പേര് ഒരു മണ്ഡലത്തെ തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടു. പിന്നെ 8 മാസത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിന് പ്രസക്തിയില്ല. അത് ഇപ്പോഴും ഞങ്ങളുടെ നിലപാടാണ്. 8 മാസം കൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 8 മാസം കഴിഞ്ഞ് പൊതുതെരഞ്ഞെടുപ്പ്, വലിയ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയില്ലേ. അതുകൊണ്ട് നിലമ്പൂർ ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ഒരു അപ്രസക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ മത്സരിച്ചു. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം അവിടെ പറയണം. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ആ രാഷ്ട്രീയത്തെ ജനം സ്വീകരിച്ചു. അതാണ് കാര്യം. ഞാനൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. എല്ലാവരും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും ഈ PV അൻവർ രാജിവെക്കാൻ ഇടയായിട്ടുള്ള വിഷയങ്ങൾ നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെട്ടോ? എന്തിനാണ് PV അൻവർ രാജിവെച്ചത്? PV അൻവർ രാജിവെച്ചത് മലപ്പുറത്ത് കേന്ദ്രീകരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. കരിപ്പൂർ വിമാനത്താവളം നടക്കുന്ന സ്വർണം അത് വെളിയിൽ വരുമ്പോൾ പോലീസ് പിടിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് വീതം വെച്ചെടുക്കുന്നു. സംസ്ഥാനത്തെ ഉന്നതരായിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്നുകൊണ്ട് ഈ പോലീസ് പിടിക്കുന്ന സ്വർണം വീതിച്ചെടുക്കുന്നു എന്ന വിഷയമാണല്ലോ PV അൻവർ മുമ്പോട്ട് വെച്ചത്. നമ്മളാരും പറഞ്ഞതല്ല. ഈ വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ PV അൻവർ അവതരിപ്പിച്ചതാണ്. ഈ വിഷയം നിലമ്പൂരിൽ PV അൻവർ പറഞ്ഞില്ല, ഓക്കെ, UDF പറഞ്ഞോ? എന്തിന് PV അൻവർ രാജിവെച്ചു എന്ന ചോദ്യം ഈ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പാകെ ഉയർത്തേണ്ടിയിരുന്നില്ല UDF? എന്തുകൊണ്ടാണ് അവർ ഉയർത്താഞ്ഞത്? അപ്പൊ ഏതായാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം, PV അൻവർ രാജിവെക്കുന്ന സമയത്ത് ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നം എന്തുകൊണ്ട് UDF അവിടെ ഉയർത്തിയില്ല എന്നുള്ളത് ഇപ്പോഴും ചോദ്യം ചെയ്യുന്ന കാര്യമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്.
അത് ചർച്ച ചെയ്താൽ UDF-ന് വല്ല ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് കൊണ്ടാണോ? അത്തരം വിഷയങ്ങളൊന്നുമല്ല. അതിനു പകരം അവിടെ ചർച്ച ചെയ്തിട്ടുള്ള മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിക്ക് വെള്ളപൂശുന്ന കാര്യമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ VD സതീശൻ ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കോൺഗ്രസിന്റെ നിലപാട് VD സതീശന്റെ നിലപാടാണോ? അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ? ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ച 2 പ്രധാനമന്ത്രിമാർ, ഒന്ന് ഇന്ദിരാഗാന്ധി, ഒന്ന് PV നരസിംഹറാവു അല്ലേ? ആ നിലപാട് തെറ്റാണെന്ന് VD സതീശൻ ഇപ്പൊ പറയൂ. ഇന്നിപ്പോ ഈ ജയിച്ച മുഹൂർത്തത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുത്ത ഗുഡ് സർട്ടിഫിക്കറ്റ് പിൻവലിക്കാൻ VD സതീശൻ തയ്യാറാവോ? അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് VD സതീശൻ ചെയ്ത് കൊടുത്ത ഗുഡ് സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ നിലപാടാണ് എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പറയുമോ? ഇതൊക്കെയായിരുന്നല്ലോ അവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. നിലമ്പൂരിന്റെ വികസനം ചർച്ച ചെയ്തോ? നിലമ്പൂരിൽ ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ 10 വർഷക്കാലമായി LDF നിലമ്പൂരിൽ ചെയ്തിട്ടുള്ള വികസനവും നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്ത വികസനവും ചർച്ച ചെയ്യപ്പെടണം. ഞങ്ങളുടെ വെല്ലുവിളി ഈ 2 മുന്നണികൾ ഏറ്റെടുത്തില്ലല്ലോ. 2 മുന്നണികൾ ഏറ്റെടുത്തില്ലല്ലോ. ഞങ്ങൾ അവിടെ പറഞ്ഞു, അഹമ്മദ് വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് നിലമ്പൂരിനും മലപ്പുറം ജില്ലക്കും UPA ഗവൺമെന്റ് ചെയ്തതിനേക്കാൾ 10 മടങ്ങ് സഹായം നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തു. പരസ്യ സംവാദത്തിന് ഞങ്ങൾ UDF-നെയും LDF-നെയും വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ലല്ലോ. അവരപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും PDP-യുടെയും പിന്നാലെയായിരുന്നു. അവർക്ക് ആ വോട്ടായിരുന്നു വേണ്ടത്. അതിന്റെ രാഷ്ട്രീയമാണ് അവിടെ കറങ്ങി നടന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ കാതലായിട്ടുള്ള വിഷയം കേരളത്തിലെ UDF-ന്റെയും LDF-ന്റെയും യഥാർത്ഥ മുഖം വ്യക്തമായി. ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട LDF സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന കണ്ടു. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയില്ല. അപ്പൊ PDP എന്നത് എന്ത് ശക്തിയാണ്? PDP വർഗീയ ശക്തിയല്ലേ? PDP തീവ്രവാദ സംഘടനയല്ലേ? എന്തേ PDP-യുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞില്ല? അത് വാങ്ങിയില്ലേ ഇവര്? അപ്പൊ ഇതൊക്കെ കേരളം കണ്ടു. UDF-ന്റെയും LDF-ന്റെയും യഥാർത്ഥ രാഷ്ട്രീയം എന്താണ്? ആ രാഷ്ട്രീയം മതമൗലികവാദ തീവ്രവാദ രാഷ്ട്രീയമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ്. അതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അല്ല, സാധാരണ അങ്ങനെയാണോ? ഭരിക്കുന്നൊരു ഗവൺമെന്റിനെതിരായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിട്ട് ഒരു ആരോപണം കിട്ടിയാൽ പ്രതിപക്ഷ പാർട്ടി പറയില്ലേ? ഞാൻ മനസ്സിലാക്കുന്ന രാഷ്ട്രീയം അങ്ങനെയാണ്. അൻവർ നടത്തണ്ട, അൻവർ പോലും നടത്തിയില്ല, അത് സത്യമാണ്. ഞാനല്ലേ പറഞ്ഞത്, അൻവർ പോലും നടത്തിയില്ല. പക്ഷെ അത് UDF നടത്തണ്ടേ? പോട്ടെ, അൻവർ അത് വിട്ടാലും UDF വിടാൻ പാടുണ്ടോ? എന്താ വിട്ടുകളഞ്ഞത്? എന്താ UDF അത് വിട്ടുകളഞ്ഞത്? ഒരു മണ്ഡലം ഒരു ബൈ ഇലക്ഷനിലേക്ക് നയിച്ചിട്ടുള്ള കാതലായിട്ടുള്ള വിഷയം. ബാക്കി എന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നത്തിന്റെ പേരിലാണോ PV അൻവർ രാജിവെച്ചത്? നമ്മളോട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായ എന്തെങ്കിലും കാരണമുണ്ടാകുമോ എന്ന് അദ്ദേഹം പിന്നെ വ്യക്തമാക്കേണ്ടതാണ്. നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം രാവിലെയും വൈകുന്നേരം നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങളിലൂടെ ഞങ്ങൾ കേട്ടത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇതായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ ഈ 17 ദിവസക്കാലത്തെ ബൈ ഇലക്ഷനിലെ എവിടെയെങ്കിലും പ്രതിപക്ഷ നേതാവ് PV അൻവർ ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടുള്ള ഈ ആരോപണത്തെ കോട്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാ ഞങ്ങൾ ചോദ്യം. എന്താ ആരോപണം പറഞ്ഞില്ല? പറയണ്ട എന്ന് UDF നേതാക്കന്മാരോട് ആരോ പറഞ്ഞോ? അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടി ബുദ്ധിമുട്ടാകുമെന്ന് UDF മുന്നണിയിലെ ആരെങ്കിലും പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞോ? അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. അതാ ഞങ്ങൾ ചോദിക്കുന്നത്. അല്ല, വനം നിയമം ഭേദഗതി ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത് വലിയ ചർച്ചകൾക്ക് ശേഷം നടക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത് ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം ചെയ്യേണ്ടതില്ല. വിപുലമായ ക്യാൻവാസിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. കേരളത്തിലെ MP-മാർക്ക് അത് ആവശ്യപ്പെടാം. കേരളത്തിലോ മറ്റ് സമീപ സംസ്ഥാനങ്ങൾക്ക് ആവശ്യപ്പെടാം. പക്ഷേ ഇപ്പോൾ കേരളം നേരിടുന്ന പ്രശ്നത്തിനുള്ള പരിഹാരം കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി കേരളത്തിന് അയച്ചിട്ടുള്ള കത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെന്റ്, 2ാം നരേന്ദ്രമോദി ഗവൺമെന്റിൽ അന്ന് രാജ്യസഭയിൽ CPI-യുടെ മെമ്പർ സന്തോഷ് കുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി ഇന്നത്തെ മന്ത്രി തന്നെ, പരിസ്ഥിതി വകുപ്പ് മന്ത്രി, അന്നും അദ്ദേഹമായിരുന്നു, ഭൂപേന്ദ്ര യാദവ് നൽകിയ മറുപടി, അത് പാർലമെന്റ് ഡോക്യുമെന്റ് ഉണ്ട്. ആ മറുപടിയിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജീവനും നമ്മുടെ കൃഷിക്കും നാശമുണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം സംസ്ഥാന ഗവൺമെന്റിനെടുക്കാം. അതിന് ഫോറസ്റ്റിന് നിർദ്ദേശം കൊടുക്കാം. ഇത് റിട്ടൺ ഡോക്യുമെന്റ് ആണല്ലോ. ഇതിവിടെ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. വയനാട്ടിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഒരു കർഷകനെ പുലി പിടിച്ച വിഷയം വന്നപ്പോൾ
മാനന്തവാടിയിൽ ഭൂപേന്ദ്ര യാദവ് വന്നപ്പോൾ അദ്ദേഹം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ഓർഡർ അദ്ദേഹം വായിച്ചു കൊടുത്തു. ഇതിനേക്കാൾ കൂടുതൽ എന്താ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്? പിന്നെ വിപുലമായ ശാശ്വതമായ പരിഹാരം അത് പിന്നെ ആലോചിക്കേണ്ടതാണ്. കേരളത്തിന് ഇന്നാവശ്യം ഈ കാര്യമാണ്. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അതിനെന്താ ഉത്തരവില്ലാത്തത്? ഈ പ്രാവശ്യം ഈ ഏറ്റവും ഒടുവിൽ ഈ നിലമ്പൂർ ബൈ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ ഇതേ കാര്യം അദ്ദേഹം ആവർത്തിച്ചല്ലോ. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യണം. പിന്നെ ഫെൻസിങ് പൈസ കൊടുക്കുന്നുണ്ടല്ലോ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ്. ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വേണ്ടി ആവശ്യമായ മുൻകരുതലെടുക്കാൻ കേന്ദ്ര വനം വകുപ്പ് കേരളത്തിന് കൊടുക്കുന്ന പണമുണ്ട്. കാലാകാലമായി കൊടുക്കുന്ന പണമാണ്. ഞങ്ങൾ മാത്രമല്ല, എല്ലാ ഗവൺമെന്റും കൊടുക്കുന്ന പണമാണ്. അതെന്തുകൊണ്ടാണ് ഇവർ വിനിയോഗിക്കാത്തത്? അത് വിനിയോഗിക്കലാണല്ലോ പരിഹാരം ഉണ്ടാക്കുന്നത്. ഇവരെന്താ ഫോറസ്റ്റിന് ആവശ്യമായ ആയുധങ്ങൾ കൊടുക്കാത്തത്? ഫോറസ്റ്റുകാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നോട്ടേക്ക് കൈനോക്കി ഈ വെറും ദൃസാക്ഷികളായി നിൽക്കണം. അവർക്ക് എന്താ സംവിധാനങ്ങളില്ലാത്തത്? അപ്പൊ ഇതൊക്കെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അഡീഷണൽ ആയിട്ട് കേന്ദ്രത്തിന് സഹായം വേണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പറയുമല്ലോ. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് രാഷ്ട്രീയമില്ലല്ലോ. എല്ലാ മനുഷ്യരുമല്ലേ. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുക്കണം. നമ്മുടെ പ്രശ്നം നമ്മുടെ വനംവകുപ്പ് മന്ത്രിക്ക് ഇക്കാര്യത്തെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. അങ്ങനെയുള്ള ഒരാളെ വെച്ച് എങ്ങനെ മുമ്പോട്ട് സാധിക്കും? ഞങ്ങൾക്ക് എന്താണ് സ്വരാജിനോട് വ്യക്തിപരമായ വിരോധമുണ്ട്. എൽ ഡി എഫിന്റെ രാഷ്ട്രീയത്തെ ജനം തിരസ്കരിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. UDF രാഷ്ട്രീയത്തിനെയും ജനങ്ങൾ തിരസ്കരിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് UDF വിജയമല്ല. UDF വിജയമായിട്ട് അവർ അവകാശപ്പെട്ടാൽ അവർ കണ്ണട ചിരുട്ടാക്കുകയാണ്. ഇത്രമാത്രം ആന്റി ഇൻകംബൻസി ഉണ്ടായിട്ടും അത് വോട്ടാക്കി മാറ്റാൻ കഴിയാത്തൊരു മുന്നണി വന്നിട്ട് ഞങ്ങളിതാ ജയിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ ബോധത്തെ അങ്ങനെ വെല്ലുവിളിച്ചിട്ട് മുമ്പോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന് ശ്രമമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അതുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം, ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് കുറവെങ്കിൽ കുറവ്, അതിന് സ്വീകാര്യതയുണ്ട്. അതാണ് ഞങ്ങളുടെ സന്തോഷം. ഒക്കെ വ്യക്തിപരമായിട്ടുള്ളതല്ലേ, അതിലൊന്നും കാര്യമുണ്ട്. പാർട്ടിയുടെ നില അപ്പൊ നിങ്ങൾ എന്താ സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ സ്വരാജിനെ തോൽപ്പിച്ചു എന്നാണ്. അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണോ? നിങ്ങൾ അങ്ങനെ തരികയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിരോധമൊന്നുമില്ല. സ്ഥാനാർത്ഥിയുടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്ഥാനാർത്ഥിയുടെ തലയിലേക്ക് ഇടണ്ട. നിങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണികളും BJPക്കെതിരെയാണ് പ്രചരണം നടത്തിയത്. ഞങ്ങൾ അപ്പോഴും ചോദിച്ചത്, ഞങ്ങളൊരു മൂന്നാമത്തെ പാർട്ടി മുന്നണി. ഇവർ പത്രസമ്മേളനം മുഴുവൻ ഞങ്ങൾക്കെതിരായിട്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഗുണം കിട്ടിയത് വെച്ചാൽ ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ BJP എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയും VD സതീശനുമാണ്. അതൊരു നല്ല കാര്യം. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞങ്ങൾക്കെതിരായിട്ടാണ് ഇവർ പ്രചരണം മുഴുവൻ നടത്തിയത്. VD സതീശൻ പിണറായി വിജയനെതിരായിട്ട് പ്രചരണം നടത്തിയോ? ഇല്ലല്ലോ. മുഖ്യമന്ത്രി എന്താ പ്രസംഗിച്ചത്? മുഖ്യമന്ത്രി എല്ലാ പഞ്ചായത്തിലും പ്രസംഗിച്ചു. നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ പലരും അവിടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്താണല്ലോ. മുഖ്യമന്ത്രി ഈ കോൺഗ്രസിനെ വിമർശിച്ചോ? കോൺഗ്രസിന്റെ നയങ്ങളെ വിമർശിച്ചോ? പ്രതിപക്ഷ പാർട്ടി വിമർശിച്ചോ? മുഖ്യമന്ത്രി എന്താ വിമർശിച്ചത്? മുഖ്യമന്ത്രി പാലസ്തീനെ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതാണോ നിലമ്പൂരിലെ ചർച്ചാ വിഷയം? നിലമ്പൂരിലെ ജനങ്ങളോട് പറയേണ്ടതാണോ? VD സതീശനെ പ്രതിപക്ഷത്തെ അല്ലല്ലോ വിമർശിച്ചത്, കോൺഗ്രസിനെ അല്ലല്ലോ വിമർശിച്ചത്. അപ്പൊ രണ്ടു കൂട്ടരും ചെയ്തിട്ടുള്ളത് UDF LDF വിമർശിച്ചില്ല, LDF UDF വിമർശിച്ചില്ല. ആകെ ഇവരെ നേട്ടം ആരാണ് അവിടുത്തെ ഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തെ പിന്തുണ നേടാൻ വേണ്ടിയിട്ട് തരാതരം പോലെ വർഗീയതയും മതവും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചു. അതാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഏത് മുന്നണിയും ഏത് പാർട്ടിയും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുമല്ലോ. ഞങ്ങൾക്ക് പോരാ എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കുറച്ചും കൂടി ആവായിരുന്നു. അതെപ്പോഴും അങ്ങനെയാണല്ലോ. കിട്ടിയ വോട്ടിൽ ആർക്കെങ്കിലും സംതൃപ്തി ഉണ്ടാവും, ഓരോ പാർട്ടിക്കും സംതൃപ്തി ഉണ്ടാവുമല്ലോ. പക്ഷേ ഞങ്ങൾ മുമ്പോട്ട് വെച്ച രാഷ്ട്രീയം നിലമ്പൂരിൽ സ്വീകരിക്കപ്പെട്ടു.
ഞങ്ങൾക്ക് 2021 വോട്ട് വർദ്ധിച്ചു. ഒരു സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എക്കാലത്തും നേരിടുന്നൊരു പ്രശ്നം, ഞങ്ങളെപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, BJP നേരിടുന്ന പ്രശ്നം ബൈ ഇലക്ഷനിൽ വോട്ട് കൂട്ടുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ പ്രാവശ്യം ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ചെറിയ വോട്ടാണ്. ചെറിയ വോട്ടാണെങ്കിലും ഞങ്ങൾക്കത് കൂട്ടാൻ സാധിച്ചു. അതിൻ്റെ അർത്ഥം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ മുമ്പോട്ട് വെച്ചത് രാഷ്ട്രീയം നിലമ്പൂരിലെ ജനങ്ങളുടെ ഇടയിൽ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സംഘടനാപരമായ സ്വാധീനം കുറവുള്ള സ്ഥലത്ത് ഉണ്ടാക്കുന്ന ചലനം ചെറുതായിരിക്കും, പക്ഷേ സ്വാധീനമുള്ള സ്ഥലത്ത് ഉണ്ടാക്കുന്ന ചലനം വലുതാണ്. അതുകൊണ്ട് വികസിത കേരളം എന്നുള്ള ഞങ്ങളുടെ നിലപാടിനെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും എന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അല്ല, പാർലമെന്റ് ഇലക്ഷനിൽ കിട്ടുന്ന വോട്ട് ഒരു മുന്നണിക്കും കിട്ടുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ ജയിച്ച UDF എങ്ങനെയാണ്? UDF കണക്ക് നോക്കുക നിങ്ങൾ. UDF 2024 പാർലമെന്റ് ഇലക്ഷനിൽ കിട്ടിയത് 99,325. അത് ഇപ്രാവശ്യം അവർക്ക് കിട്ടിയില്ലല്ലോ. അവിടെ ബൈ ഇലക്ഷനിൽ, ഈ കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ പ്രിയങ്ക വധേര മത്സരിച്ചവർക്ക് കിട്ടിയത് 95,043. അവർക്ക് കിട്ടിയില്ലല്ലോ. ജയിച്ച മുന്നണിക്ക് കിട്ടിയില്ലല്ലോ, പിന്നെ തോറ്റ മുന്നണി കിട്ടുന്നതിനെ കുറിച്ച് എന്ത് പറയാനാണ്? അപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ്റെ സാഹചര്യം പറയുന്നത് അത് നരേന്ദ്രമോദിക്കുള്ളൊരു വോട്ടാണ്. നരേന്ദ്രമോദിക്ക് രാജ്യം മുഴുവൻ ഒരു വോട്ടുണ്ട്. പാർലമെന്റ് ഇലക്ഷൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ്. അല്ല, ഞങ്ങളത് എന്താ പറയുക, പാർലമെന്റ് ഇലക്ഷൻ്റെ ഒരു പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ളത്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 20% വോട്ട് കിട്ടി. ഞങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പെർസെൻറ്റേജ് 15%. അത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 20%. അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ആ 20ന്റെ മേലെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. അതിനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നരേന്ദ്രമോദിക്ക് അനുകൂലമായി അന്ന് കിട്ടിയിട്ടുള്ള വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പൊളിറ്റിക്കൽ വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഞങ്ങൾ പരിശ്രമിക്കും. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അവർക്ക് കൂടി സ്വീകാര്യമാകുന്ന ഒരു അജണ്ട വെച്ചത്. വികസിത കേരളം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ അജണ്ടയാണ്. ആ അജണ്ടയായിട്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും. ആ അജണ്ടക്ക് സ്വീകാര്യതയുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരാശയക്കുഴപ്പവും ഇല്ലാത്ത LDF പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. LDF വൈകുന്നേരം 4 മണിക്കാണ് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ 7 മണിക്കാണ്. ഒരു രാത്രിയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. പോട്ടെ, ഞങ്ങൾക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട്. ഒരാശയക്കുഴപ്പവും ഇല്ലാത്ത ഈ കേരളം ഭരിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, അവർ പ്രഖ്യാപിച്ചോ ഞങ്ങൾ പ്രഖ്യാപിച്ചോ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അല്ല, അത് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രശാന്ത്. അതായത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇപ്പോഴും ആ നിലപാട് തന്നെയാണുള്ളത്. ഞങ്ങൾക്ക് നിലമ്പൂർ ബൈ ഇലക്ഷൻ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് ഞങ്ങൾ അന്നും ഇന്നും കരുതുന്നില്ല. കാരണം 8 മാസത്തേക്കുള്ള ബൈ ഇലക്ഷൻ, ഒരാവശ്യം ഇല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും അത്യാഹിതം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും. ഒരാവശ്യമില്ലാതെ ഒരാളുടെ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ പുറത്തുള്ള രാജിവെക്കും. കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ രാജിവെക്കുന്നു. എന്നിട്ടൊരു ബൈ ഇലക്ഷൻ ഉണ്ടാകുന്നു. ആ ബൈ ഇലക്ഷന് 8 മാസമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമില്ലായ്മയുടെ അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള വെർഷനാണ്. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരുന്നു. തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മത്സരിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം പറയണമല്ലോ. അതുകൊണ്ട് മത്സരിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വ്യൂ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളത് പരസ്യമായിട്ട് പറഞ്ഞു. 2 മുന്നണികൾക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു. അവരത് പരസ്യമായി പറഞ്ഞില്ല, അത്രയും വ്യത്യാസമുള്ളൂ. എന്തിനെ സ്വാധീനിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമൊക്കെ ഇപ്പോൾ പറയുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഈ രാജ്യത്തിൽ ഒരു രാഷ്ട്രീയ യാത്രയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ. അത് ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ഈ കാലഘട്ടത്തിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ഭാരതീയ ജനസംഘവും CPM സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയല്ലേ? അതിൽ ആർക്കാ അഭിപ്രായ വ്യത്യാസമുള്ളത്?
കേരളത്തിൽ ഇതേപോലെ മുന്നണിയുടെ ബലാബലത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല പാർട്ടികളും മാറിയിട്ടില്ലേ? അതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങളുടെ വോട്ടൊന്നും പോലെ ഞങ്ങൾ LDFനും UDFനും എതിരായിട്ട് ഒരേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ്. ഒരു 25 കൊല്ലം മുമ്പത്തെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വോട്ടൊന്നല്ല ഞങ്ങളുടെ വോട്ട്. അത് അന്നത്തെ രാഷ്ട്രീയം. അന്ന് രാജ്യത്ത് കോൺഗ്രസ് കേന്ദ്രീകൃതമായിരുന്നു. ആ കോൺഗ്രസിനായിട്ട് ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ പാർട്ടികളും ഒരുമിച്ചിട്ടുണ്ട്. അത് വസ്തുതയാണ്. ഇന്ന് ആ സാഹചര്യം മാറി. ഇന്ന് ഈ രാജ്യത്ത് BJP കേന്ദ്രീകൃതമാണ്. ഇന്നിപ്പോൾ ഇവരെല്ലാവരും BJP എതിരായിട്ട് ഒരുമിക്കുന്നില്ലേ? അത്രയേ അത് കണ്ടു. അത് അതാത് സമയത്തെ രാഷ്ട്രീയമാണ്. ഇപ്പൊ ഈ പറയുന്ന കോൺഗ്രസും CPM ഒരുമിച്ചല്ലേ BJP? ഇപ്പൊ ഈ ബൈ ഇലക്ഷൻ നടന്ന സംസ്ഥാനങ്ങൾ, മറ്റു സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഇവരെ ഒരുമിച്ചല്ലേ എന്നുള്ളത്? കോൺഗ്രസും CPM യോജിക്കുന്നില്ലേ? അതൊക്കെ അതാത് കാലഘട്ടത്തിലെ രാഷ്ട്രീയമാണ്. അതിനൊന്നും വലിയ പ്രസക്തിയില്ല. അത് പ്രസക്തിയുണ്ട് എന്ന് പറയുന്നത് CPMന്റെ ചില അവസരവാദപരമായ നിലപാടുകളാണത്. CPM ഇന്നീ പറയുന്ന പല കാര്യങ്ങൾക്കും വസ്തുതാപരമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഓക്കെ, പരിശോധിക്കുമല്ലോ. ബൂത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നോക്കണമല്ലോ എവിടേക്കാണ് വോട്ട് കൂടിയെന്ന് നോക്കണമല്ലോ. അത് പരിശോധിക്കുമല്ലോ തീർച്ചയായും. അപ്പോൾ